BHAC 105-ലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. യൂണിറ്റ് 2, ദ പൊളിറ്റിക്കൽ സിനാരിയോ 1, രജപുത് റൈസ് ആൻഡ് സ്ട്രഗിൾ ടു പവർ. അതായത് യൂണിറ്റ് 2 മുതൽ യൂണിറ്റ് 4 വരെയുള്ള, അതായത് യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4 ഡീൽ ചെയ്യുമ്പോൾ നമ്മുടെ ഏർലി മിഡീവൽ പീരീഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊളിറ്റിക്കൽ സിനാരിയോ ആണ്. അതായത് ഏർലി മിഡീവൽ പീരീഡിലെ മിഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള 3 രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ അതായത് 3 പെർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഡൈനാസ്റ്റീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോ അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് രജപുത്സ് ആണ്. രജപുത്താനയിലെ രാജവംശജർ എന്നറിയപ്പെടുന്ന, രാജാവിന്റെ പുത്രന്മാരെന്നറിയപ്പെടുന്ന ഒരുപാട് വീരോതിഹാസ കഥകളിലൊക്കെ നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരുപാട് എന്താ പറയാ, കുറച്ചുകൂടെ ധീരന്മാരായിട്ട് റെപ്രസെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രജപുത്സ് എന്ന് പറയുന്ന രാജവംശത്തെയാണ് നമ്മളിവിടെ ആദ്യം പഠിക്കുന്നത്. അതാണ് നമ്മുടെ ആദ്യത്തെ പൊളിറ്റിക്കൽ സിനാരിയോ 1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സിനാരിയോ 1 എന്ന് പറയുന്നത് രജപുത്സ് ആണ്. അപ്പൊ രജപുത്സിന്റെ റൈസ്, അവരുടെ എമർജൻസ്, പിന്നെ അതായത് റൈസ് എന്ന് പറയുമ്പോൾ അവരെങ്ങനെയാണ് പവറിലോട്ട് വന്നത്, എങ്ങനെയാണ് അവരൊരു രാജവംശമായിട്ട് ഉയർന്നു വന്നത് എന്നതും, പിന്നെ അവരുടെ സ്ട്രഗിൾ ടു പവർ, അതായത് അവർ ഏത് രീതിയിലാണ്, ഏതൊക്കെ സ്ട്രഗിൾസ്, ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ, ഏതൊക്കെ കോൺഫ്ലിക്ട്സ് ഒക്കെ സഹിച്ചിട്ടാണ് അവർ രാജാക്കന്മാരായത്, അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ, അതായത് അവരുടെ രാജവംശം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവിടെ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ സ്ട്രഗിൾ ടു പവർ എന്ന് പറയുന്നതിൽ നോക്കേണ്ടത്. അപ്പൊ ഇതിൽ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് ദ റൈസ് ഓഫ് രജപുത് ഡൈനാസ്റ്റീസ് ആണ്. രജപുത് രാജവംശങ്ങളുടെ ഉദയം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്, അതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് 712 to 713 സിയിൽ ഉണ്ടായിട്ടുള്ള അറബ് ഇൻവേഷൻ ആണ്. സിന്ധിലോട്ടുണ്ടായിട്ടുള്ള സിന്ധ് പ്രോവിൻസ്, അതേപോലെ തന്നെ മുൾട്ടാൻ പ്രോവിൻസ് ഒക്കെ അറബ്സ് ഇൻവേഡ് ചെയ്യുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട്. അത് ആ കാലഘട്ടമാണ് ഈ പറയുന്ന രജപുത് ഡൈനാസ്റ്റീസിന്റെയും മറ്റു പല പവേഴ്സിന്റെയും എമർജൻസിന് കാരണമായിട്ടുള്ള ആ ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം ഒരുക്കിയത് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഇൻവേഷൻസ്, അതായത് സിന്ധിലോട്ടും മുൾട്ടാനിലോട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള അറബ് ഇൻവേഷൻസ്, അറബ് ആക്രമണങ്ങൾ വെസ്റ്റേൺ ഇന്ത്യയുടെയും ഡെക്കാനിന്റെയും രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും പൊളിറ്റിക്കൽ പവറിനെയൊക്കെ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് പവേഴ്സ് ലൈക്ക് രാഷ്ട്രകൂടാസ് ആൻഡ് രജപുത് ക്ലാൻസ് റോസ് ടു പ്രോമിനൻസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. രജപുത്സിനെ പോലെ രാഷ്ട്രകൂടാസിനെ പോലെയുള്ള ശക്തികൾ ഈ സമയത്താണ് രാഷ്ട്രീയ ശക്തികളായിട്ട്, പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ കേന്ദ്രങ്ങളായിട്ട്, അല്ലെങ്കിൽ പ്രബലമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളായിട്ട്, രാജഭരണ സംവിധാനങ്ങളായിട്ട് എമർജ് ചെയ്തു വരുന്നത്. രജപുത് ക്ലാൻസ് such as the Paramaras and Chahamanas emerged around the 8th century. ചഹമാനാസും പരമാരാസും ഒക്കെ പല കൈൻഡ് ഓഫ് രജപുത് വംശങ്ങളാണ്. രജപുത് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡൈനാസ്റ്റീസ് ആണ്. ലൈക്ക് സുൽത്താനേറ്റ് ഡൈനാസ്റ്റീസ് എന്ന് നമ്മൾ പറയില്ലേ, സുൽത്താനേറ്റ് ഡൈനാസ്റ്റീസ് എന്ന് പറയുമ്പോൾ അതിലെ ഒരു ഡൈനാസ്റ്റി അല്ല ഉള്ളത്. ലോധി, സെയ്ദ്, തുഗ്ലക്ക്, അങ്ങനെ ഖൽജി, പിന്നെ അധിപവംശം എന്ന് പറയുന്ന സ്ലേവ് ഡൈനാസ്റ്റി, അങ്ങനെ ഈ 5 വംശങ്ങളും ചേർന്നതാണല്ലോ തുഗ്ലക് ഡൈനാസ്റ്റി. അതേപോലെ തന്നെ ഈ രജപുത് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഡൈനാസ്റ്റീസ് ആണ്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഈ പരമാരാസും ചഹമാനാസും ഒക്കെ. അവരൊക്കെ എമർജ് ചെയ്തു വരുന്നു, അവരൊക്കെ ഒരു രാഷ്ട്രീയ രാജവംശമായിട്ടൊക്കെ എമർജ് ചെയ്തു വരുന്നത്. ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ രാജവംശമാണ്. ഡൈനാസ്റ്റി ആയിട്ട് എമർജ് ചെയ്തു വരുന്നത് 8th സെഞ്ചുറിയിലാണ്, 8ാമത്തെ സെഞ്ചുറിയിലാണ്. And this clan previously obscure become important amid interstate conflict between major powers like Garjara Pratihara and Rashtrakutas. ഈ ക്ലാൻസ് ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റില് കംപ്ലീറ്റ് ആയിട്ട്, അതായത് വളരെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർസ്റ്റേറ്റ് കോൺഫ്ലിക്ട്സിൽ എൻഗേജ്ഡ് ആയിട്ട് കൊണ്ടിരുന്ന പവേഴ്സ് ആയിരുന്നു. അതില് ഗർജാര പ്രതിഹാരാസും ഗൂഡാസ് ഒക്കെ അവരുടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു. രജപുത്സും ഗർജാര പ്രതിഹാരാസും രാഷ്ട്രകൂടാസും ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റിലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രജപുത്സിന്റെ ഉദയത്തെ കുറിച്ച് നമുക്കല്ലെങ്കിൽ അവരുടെ എമർജൻസിനെ കുറിച്ച് നമ്മൾ ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കേണ്ട കാര്യം, അവരുടെ എമർജൻസി എന്ന് പറയുന്നത് ദാറ്റ് വാസ് നോട്ട് എ സഡൻ ഒക്യൂർ, ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഹാപ്പനിങ് ആയിരുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം രജപുത്സ് എന്ന് പറയുന്ന
രാജവംശം ഉയർന്നു വരികയായിരുന്നില്ല. പല തരത്തിലുള്ള മൈനർ അധികാര കേന്ദ്രങ്ങളായിട്ട് ആ സ്ഥലത്തുണ്ടായിരുന്ന ചില പവർ സ്റ്റേഷൻസ് ചില പ്രത്യേക രാഷ്ട്രീയ കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ചില പ്രത്യേക പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്, അതായത് ഈ പറയുന്ന അറബികളുടെ സിന്ധാക്രമണം പോലെയുള്ള സിറ്റുവേഷൻസ് മൂലം അതിൽ നിന്ന് കിട്ടിയ ഊർജം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് ഒരു പ്രബലമായിട്ടുള്ള രാജവംശമായിട്ട് ഉയർന്നു വരികയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് റൈസ് ഓഫ് രജപുത് വാസ് നോട്ട് സഡൻ ബട്ട് ദാറ്റ് ഒക്യൂർഡ് വിത്തിൻ ദ എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ. അതൊരു പൊളിറ്റിക്കൽ പവർ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു രജപുത്സ് ബിഫോർ. ഈ പറയുന്ന 8th സെഞ്ചുറിക്ക് മുന്നേ തന്നെ ഈ രജപുത്സ് അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. ബട്ട് ഇറ്റ് വാസ് നോട്ട് ഇൻ ദ ഫോം ദാറ്റ് വി ഓൾറെഡി നോ. ഇന്ന് നമുക്ക് അറിയുന്ന ആ ഒരു രൂപത്തിലല്ല അത് ആ രജപുത് പവർ അവിടെ ഉണ്ടായിരുന്നത്. സോ ഓക്കെ, ഈ എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് തന്നെയാണ് രജപുത്സിന്റെ റൈസ് എമർജൻസ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് അത് രജപുത്സിന്റെ എമർജൻസ് അല്ലെങ്കിൽ അവരുടെ ഉദയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഗ്രാജുവൽ ആയിട്ടുള്ള ടോട്ടൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇറ്റ് വാസ് എ ഗ്രാജുവൽ പ്രോസസ്, ഇറ്റ് വാസ് നോട്ട് എ സഡൻ ഒക്യൂറൻസ്. പെട്ടെന്ന് ഒരു ദിവസം രജപുത്സ് ഒരു പ്രബല രാജവംശമായിട്ട് മാറുകയല്ല ഉണ്ടായത്. അതൊരു ഗ്രാജുവൽ പ്രോസസ് ആയിരുന്നു. ആൻഡ് വാസ് എ ടോട്ടൽ പ്രോസസ്. രജപുത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡൈനാസ്റ്റീസും ഈ സമയത്ത് ശക്തി പ്രാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ 1-2 ഡൈനാസ്റ്റീസ് മാത്രമല്ല. അപ്പൊ ഈ 2-3 കാര്യങ്ങളാണ് രജപുത്സിന്റെ റൈസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രജപുത്സ് എന്ന് പറയുന്ന രാജവംശം എമർജ് ചെയ്തതിനെ കുറിച്ച്, അല്ലെങ്കിൽ അത് ഒറിജിൻ ചെയ്തതിനെ കുറിച്ച്, അത് ഉണ്ടായി വന്നതിനെ കുറിച്ച് ഒരുപാട് ലെജൻസ്, അതായത് ഒരുപാട് ഇതിഹാസങ്ങൾ. ലെജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിത്തുകൾ പോലെയുള്ള ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ്, അതേപോലത്തെ കുറച്ചൊക്കെ അതിലെ ഹിസ്റ്റോറിക്കൽ എലമെന്റ്സ് ഓഫ് കോഴ്സ് ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് ലെജൻസ് നിലവിലുണ്ട്. അപ്പൊ ഈ ലെജൻസ് ഓഫ് കോഴ്സ് അതിന് പലതരത്തിലുള്ള രാഷ്ട്രീയ മാനങ്ങളുണ്ട്, രാഷ്ട്രീയ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് മീൻസ് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്ന് പറയാം. അപ്പൊ ഈ ലെജൻസ് എങ്ങനെയാണ് അവരുടെ റൂളിനെ ലെജിറ്റിമേറ്റ് ചെയ്യുന്നത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. വാട്ട് എവർ ദ ഒറിജിൻ ഓഫ് രജപുത് ഡൈനാസ്റ്റി ഈസ് കോംപ്ലക്സ് ആൻഡ് കോൺട്രവേഴ്ഷ്യൽ. എന്തൊക്കെയായാലും രജപുത് ഡൈനാസ്റ്റിന്റെ എമർജൻസ് എന്ന് പറയുന്നത് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് ടോപ്പിക് തന്നെയാണ്. ഇറ്റ് വാസ് എ ടോപ്പിക് ഓഫ് കോൺട്രവേഴ്സി ഓർ ഡിബേറ്റ് as well as it is a complex process. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും കൂടെ ആയിരുന്നു. സോ ഒറിജിനെ കുറിച്ചിട്ട് ഒരുപാട് ലെജൻസ് നിലവിലുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ലെജൻഡ് എന്ന് പറയുന്നത്, so some of the scholars claim that some of the stories or some of the legends says that they were kshatriyas. രജപുത്സ് എന്ന് പറയുന്നത് ക്ഷത്രിയാസ് ആണ്. ആ പേര് തന്നെ രജപുത്സ്, രാജാവിന്റെ മക്കൾ എന്നുള്ള ആ ഒരു പുത്രൻ, രാജപുത്ര എന്നാണ് പറയുക. രാജ്പുത്സ് എന്ന് പറയുന്ന ആ വാക്കിൽ നിന്ന് തന്നെ രാജാവിന്റെ മക്കൾ, ക്ഷത്രിയർ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള മീനിങ് വരുന്നുണ്ട്. സോ some of them claim that they were kshatriyas of lunar family. ചന്ദ്രവംശത്തിൽ പെടുന്ന ക്ഷത്രിയന്മാരാണ്. ലൂണാർ ഫാമിലി, ചന്ദ്രവംശം, സൂര്യവംശം എന്നൊക്കെ പറയുന്നത് ഈ ലെജൻസിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഈ ശ്രീരാമന്റെ ഒക്കെ കഥകളിലൊക്കെ കേൾക്കുന്ന വംശങ്ങളാണ്. അപ്പൊ ചന്ദ്രവംശത്തിൽ പെട്ടിട്ടുള്ള ഒരു ക്ഷത്രിയ ഫാമിലിയാണ് രജപുത്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ മറ്റുള്ളവരൊക്കെ സോളാർ റേസ് ആണെന്നും പറയുന്നുണ്ട്. പിന്നെ ചില മിത്തുകൾ രജപുത്സിനെ കലിയുഗത്തിലുള്ള കലിയുഗത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് കലിയുഗത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു രാജവംശമായിട്ടും, ആൻഡ് ഈ രാജവംശത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു എലിമിനേറ്റ് മ്ലേച്ഛാസ് ഓർ ഫോറിനേഴ്സ്. മ്ലേച്ഛാസ് ഇസ് എ സാൻസ്ക്രിറ്റ് ടേം which means foreigners or externals or invaders. So the main duty or the main function of the function behind the main duty left to Rajputs was the elimination of മ്ലേച്ഛാസ്. അപ്പൊ ചില മിത്തുകൾ പറയുന്നത് രജപുത്സും കലിയുഗത്തിൽ വരുന്ന മ്ലേച്ഛാസിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വംശമാണെന്നാണ്. ചില രാജസ്ഥാനി നാടോടി കഥകൾ പ്രകാരം, ചില രാജസ്ഥാനി ബാഡ്സ് പ്രകാരം അവര് അഗ്നികുലത്തിൽ ജനിച്ചവരാണ്. രജപുത്രർ എന്ന് പറയുന്നത് അഗ്നികുലത്തിൽ ജനിച്ചവരാണ്, അതായത് ഫയർ ബോൺ ആണ് എന്നാണ് പറയുന്നത്. അഗ്നികുല മിത്ത് എന്നുള്ളത് ആ കാലഘട്ടത്തെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ രജപുത്സിന്റെ എമർജൻസിനെ കുറിച്ചിട്ട് നിലനിൽക്കുന്ന പ്രബലമായിട്ടുള്ള ഒരു മിത്താണ്. ഇറ്റ് വാസ് നോട്ട് എ ഹിസ്റ്റോറിക്കൽ ഇവന്റ്, അതൊരു ചരിത്ര സംഭവമല്ല. ബട്ട് ഇറ്റ്സ് എ മിത്ത്, ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. ബട്ട് വി കാൻ ഫൈൻഡ് സം കൈൻഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്, historical value in it or historical points in it, like whatever it is. അഗ്നികുല മിത്ത് എന്താണെന്ന് നോക്കാം.
പരമാരാസ് എന്ന് പറയുന്ന രജപുത്സിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ്. പരമാരാസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അഗ്നികുല മിത്ത് അഗ്നികുല മിത്തിലെയാണ് പരമാരാസ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. വസിഷ്ഠമുനിയുടെ വസിഷ്ഠമുനി മൗണ്ട് അബുവിലെ തപസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു, മൗണ്ട് അബുവിലെ പൂജ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫയർ പിറ്റ്, അഗ്നികുണ്ഡത്തിൽ നിന്ന്, അല്ലെങ്കിൽ അഗ്നികുണ്ഡം എന്നല്ലേ പറയാം, ഫയർ പിറ്റിൽ നിന്ന് ഉയർന്നു വന്ന രാജാക്കന്മാരാണ് അഗ്നികുല മിത്ത് പ്രകാരം പരമാരാസ് അഥവാ രാജപുത്രരായി മാറിയത് എന്നാണ് അഗ്നികുല മിത്ത് പറയുന്നത്. അഗ്നികുല മിത്തിനെ നമുക്ക് ഫയർ ഓർജിൻ മിത്ത് എന്നും പറയാം. So this myth extended to Pratiharas, Chalukyas of Gujarat and Shahamaras. പരമാരാസിന്റെ ഒറിജിനെ കുറിച്ചിട്ടാണ് അഗ്നികുല മിത്ത് ആക്ച്വലി പറയുന്നത് എന്നുണ്ടെങ്കിലും ലേറ്റർ ഇറ്റ് എക്സ്റ്റെൻഡഡ് ടു ദ ഒറിജിൻ ഓഫ് പ്രതിഹാരാസ്, ചാലൂക്യാസ് ഓഫ് ഗുജറാത്ത് ആൻഡ് ഷഹമാനസ്. ഷഹമാനസും ചാലൂക്യാസും അതേപോലെ പ്രതിഹാരാസും ഒക്കെ തന്നെ സെയിം മിത്താണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ സെയിം മിത്താണ് അവരുടെ ഒറിജിനൽ ലെജൻഡ് ആയിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. Then Chahmanas also had a myth and which describes them as created by sage Vashishta from the fire pit to defeat demons. Demonsനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് യാഗം മുടക്കാൻ വരുന്നവരെ ഡിഫീറ്റ് ചെയ്യാൻ, തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സേജ് വസിഷ്ഠ മുനി അദ്ദേഹത്തിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള രാജാക്കന്മാരാണ് ചഹമാന രാജാക്കന്മാർ എന്നുള്ള ഒരു മിത്തിലൂടെ ഉണ്ട്. These origin stories are poetic fabrication to elevate the status of Rajaputras. These are simply fabricated stories, but when we analyze them historically, we can find a few historical elements in it. That is the main feature of every legends. Okay, so these origin stories are poetic fabrications. കാവ്യപരമായിട്ടുള്ള സൃഷ്ടികളാണിത്, ലിറ്ററേച്ചർ വൈസ് ആയിട്ടുള്ള സൃഷ്ടികളാണിത്. And by these poetic fabrications, they tried to elevate the status of Rajaput spotlight. എന്തിനായിരുന്നു ഇത്തരത്തിലുള്ള പോയറ്റിക് ഫാബ്രിക്കേഷൻസ് അവർ നടത്തിയെന്ന് ചോദിച്ചാൽ, ഇതുവഴി രജപുത് വംശങ്ങളുടെ സ്റ്റാറ്റസ് എലവേറ്റ് ചെയ്യാൻ, കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു വംശപരമായിട്ടുള്ള പ്രൈഡാണ് സ്വയം ക്ഷത്രിയനാണ് എന്ന് അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ ക്ഷത്രിയനാണ് എന്ന് പ്രൂവ് ചെയ്യുന്നത്. So the social practices claiming Kshatriya status become widespread during the early medieval period. ആദ്യകാല ഏർലി മെറ്റീരിയൽ പീരീഡില് സ്വയം ക്ഷത്രിയനാണ് ഞാൻ, ഏതെങ്കിലും ഒരു റൂളർ ഞാൻ ക്ഷത്രിയനാണ്, എല്ലാ രാജാക്കന്മാരും ക്ഷത്രിയന്മാരായിരുന്നില്ല, ഞാൻ ക്ഷത്രിയനാണ്, എന്റെ വംശം ക്ഷത്രിയ വംശമാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് വളരെ പല പ്രാക്ടീസുകളും ചെയ്തിരുന്നു, പല ക്ലെയിമിങ്ങും ചെയ്തിരുന്നു. New social groups sought Kshatriya status to legitimize their political powers. പുതുതായിട്ട് ഉയർന്നു വന്ന രാഷ്ട്രീയ പവറുകൾ, അതായത് പൊളിറ്റിക്കൽ പവേഴ്സ്, ലൈക്ക് ഇപ്പൊ ഈ രാജപുത്സോ രാഷ്ട്രകൂടസോ എന്തോ ആയിക്കോട്ടെ, അവരൊക്കെ തന്നെ അവർ ക്ഷത്രിയത്വമാണ് അവർ സ്വയം ക്ഷത്രിയത്വം അവകാശപ്പെടുകയാണ്. Whether they are Kshatriya or not, they claimed themselves as Kshatriyas, that for legitimizing their political power. And Rajput clans like Pratiharas, Guhilas and Chahmanas moved towards higher social status through political power. അപ്പൊ ഈ ക്ഷത്രിയത്വം എന്ന് പറയുന്നത് അവർക്ക് ഒരു അലങ്കാരം മാത്രമായിരുന്നില്ല, രാജാവിന് ഒരു അലങ്കാരമായിരുന്നില്ല. രാജാവിന്റെ പവറിനെ ലെജിറ്റിമൈസ് ചെയ്യാനായിട്ട് അത് ഫിലോസഫിക്കലിയും റിലീജിയസ്ലിയും പൊളിറ്റിക്കലിയും കൾച്ചറലിയും ട്രഡീഷണലും ഒക്കെ ആയിട്ട് രാജാവിന്റെ പവറിനെ ലെജിറ്റിമൈറ്റ് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൂൾ കൂടെ ആയിരുന്നു ക്ഷത്രിയത്വം എന്ന് പറയുന്നത്. ക്ഷത്രിയ വംശജരാണ് തങ്ങളെന്ന് ക്ലെയിം ചെയ്യുന്നത്, തങ്ങളെന്ന് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തില് ആ ക്ഷത്രിയത്വം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരവരുടെ രാഷ്ട്രീയ സാമൂഹിക സ്റ്റാറ്റസ് ഉയർത്തുന്നുണ്ട്. ഇനി ഗർജാര പ്രതിഹാര ക്ലെയിമിന്റെ സോളാർ ഡിസെന്റ്. ഗർജാര പ്രതിഹാരാസ് ഗുജറാത്തിലുള്ള അവര് സോളാർ, അതായത് സൂര്യവംശത്തിൽപ്പെട്ടവരാണെന്നാണ് പറയുന്നത്. അത് എവിടുന്നാ നമുക്ക് അതിനുള്ള തെളിവ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കിങ് ബോജ ഫസ്റ്റിന്റെ 9th സെഞ്ചുറിയിലുള്ള ഒരു ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു ക്ലൈം എന്ന് നമ്മൾ കാണുന്നത്. ദിസ് ക്ലെയിം linked them to Lakshmana, the brother of Rama from the epic of Ramayana. അതേപോലെ തന്നെ ഗർജാര പ്രതിഹാരാസ് ലക്ഷ്മണനുമായിട്ട്, അതായത് രാമായണത്തിൽ ശ്രീരാമന്റെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രാജവംശമാണ് എന്നുള്ള രീതിയിലുള്ള ക്ലെയിമും കൂടെ ഈ ഒരു എപ്പിക്കുമായിട്ട്, ഗർജാര പ്രതിഹാരാസിന്റെ സോളാർ ഡിസെന്റ് എപ്പിക്കുമായിട്ട്
ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇനിഷ്യലി ദൂസ് ഡൈനാസ്റ്റി ഡിഡ് നോട്ട് ക്ലെയിം ക്ഷത്രിയ ഒറിജിൻ. ദ ക്ലെയിം കം ലേറ്റർ ആസ് ദ പവർ ഗ്രോ. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ചെറിയ പവർ സെന്റേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ രാഷ്ട്രകൂടർസും ഗർജാര പ്രതിഹാരാസും ചഹമാനാസും അതേപോലെ തന്നെ ഇവരാരും തന്നെ ക്ഷത്രിയത്വം അവകാശപ്പെട്ടിരുന്നില്ല. ബട്ട് അവരുടെ വളർച്ച, അവര് രാഷ്ട്രീയപരമായിട്ടും അവര് ടെറിട്ടോറിയൽ ആയിട്ടും വളരുമ്പോൾ അവർക്ക് അവരുടെ പവറിനെ ലെജിറ്റിമൈസ് ചെയ്യാനായിട്ട്, അവരുടെ ശക്തിയെ ന്യായീകരിക്കാനായിട്ട് ക്ഷത്രിയത്വം പോലെയുള്ള ഒരു സോഷ്യൽ ടൂൾ അവിടെ ആവശ്യമായിട്ട് വരികയാണ്. സോ ദേ വൈസ്ലി യൂസ്ഡ് ദാറ്റ്. Political powers enabled entry into the Rajput fold with newly acquired power legitimized through mythical Kshatriya descent. അത്തരത്തിൽ മിത്തിക്കൽ ആയിട്ടുള്ള ക്ഷത്രിയ, അതായത് ഒരു സാങ്കല്പികമായിട്ടുള്ള ക്ഷത്രിയ അവകാശവാദം അല്ലെങ്കിൽ ക്ഷത്രിയ പാരമ്പര്യം, സാങ്കല്പികമായിട്ടുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ഷത്രിയ പാരമ്പര്യം അവകാശപ്പെടുക വഴി ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പവർ ഒക്കെ തന്നെ രജപുത് ഫോൾഡിലോട്ട് എൻട്രി ചെയ്യുകയും അതേപോലെ തന്നെ അവർ അവരുടെ പവറിനെ പല രീതിയിൽ ലെജിറ്റിമൈസ് ചെയ്യുകയും ചെയ്യുകയാണ്, ന്യായീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇനി രജപുത്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പൊളിറ്റിക്കൽ അതോറിറ്റി, ഏത് തരത്തിലാണ് അവരുടെ രാഷ്ട്രീയ സംവിധാനം ഉണ്ടായിരുന്നത്, അതിന്റെ വിതരണം ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. In medieval Western India, political power was distributed in a non-uniform way, often based on lineages. ലീനേജസ് എന്ന് പറഞ്ഞ വംശം, കുലം, വിത്ത് എ മൊണാർക്കിക്കൽ സിസ്റ്റം. ഒരു രാജവംശത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ലീനേജുകളായിട്ട് ഒരു തുല്യമല്ലാത്ത രീതിയിലെ പവർ, പൊളിറ്റിക്കൽ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തില്. രജപുത് ഡൈനാസ്റ്റീസ് ആയിട്ടുള്ള ചഹമാനാസും പരമാരാസും ഒരു ക്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അതോറിറ്റിയുടെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. ചഹമാനാസ് ഓഫ് രാജസ്ഥാൻ എന്താണെന്ന് നോക്കുമ്പോൾ ആരായിരുന്നു നോക്കുമ്പോൾ they were a local and regional clan controlled different territories. വിവിധ അതിർത്തികൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ലോക്കൽ റീജിയണൽ ക്ലാൻ ആയിരുന്നു ചഹമാനാസ് ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. they had power and they shared that between the central monarch and those lineages. പരമാരാസ് ഓഫ് മാൾവ, അത് ഗുജറാത്തിലും സദേൺ രാജസ്ഥാനിലേക്ക് ഉണ്ടായിരുന്ന, മാൾവയിലും ഗുജറാത്തിലും സദേൺ രാജസ്ഥാനിലേക്ക് ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് രജപുത്സ് ആയിരുന്നു പരമാരാസ് എന്ന് പറയുന്നത്. ദേ വർ സിമിലർ ക്ലാൻ ബേസ്ഡ് ഗവർണേഴ്സ്. ഇത്തരത്തിൽ വംശപരമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് റോയൽ ഫാമിലി ഉണ്ടായിരുന്നു, അതായത് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് റോയൽ ഫാമിലി, ഈ പരമാര റോയൽ ഫാമിലിയുടെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓരോ ഡിസ്ട്രിക്റ്റും ഭരിച്ചിരുന്നു. പൊളിറ്റിക്കൽ അതോറിറ്റി എക്സിസ്റ്റഡ് വിത്തിൻ എ മൊണാർക്കിക്കൽ ഫ്രെയിം. ഒരു മൊണാർക്കിക്കൽ ആയിട്ടുള്ള ഫ്രെയിം വർക്കിന്റെ അകത്താണ് അവിടുത്തെ രാഷ്ട്രീയ അതോറിറ്റി വർക്ക് ചെയ്തിരുന്നത്, അത് നിലനിന്നിരുന്നു. മൊണാർക്ക് ഹാഡ് സിംബോളിക് കൺട്രോൾ, വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു കൺട്രോൾ ആയിരുന്നു മൊണാർക്ക് അഥവാ അബ്സല്യൂട്ട് പവർ ആയിട്ടുള്ള കിങ്ങിന് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആ മൊണാർക്കിന്റെ അണ്ടറിലെ ലോക്കൽ ലീനേജസിന് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓട്ടോണമി ഉണ്ടായിരുന്നു, സ്വയംഭരണാവകാശവും ഉണ്ടായിരുന്നു. The system contributed to decentralized governance and regional conflict. ഒരു തരത്തിലുള്ള ഡീസെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ആണ് അവിടെ നിലനിന്നിരുന്നത്. അവിടെ റീജിയണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു. ലോക്കൽ റൂളേഴ്സും ക്ലാൻസും തമ്മിൽ പവർ റിലേറ്റഡ് ആയിട്ടുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പവറിന് വേണ്ടിയിട്ട്, രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ അവിടെ നടന്നിരുന്നു. ഇനി രജപുത് ക്ലാനിന്റെ പ്രോലിഫിക്കേഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് രജപുത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പൊളിറ്റിക്കൽ അതോറിറ്റി എന്ന് പറയുന്ന മെയിൻ ടോപ്പിക്കിന്റെ 3 സബ് ടോപ്പിക്കുകളിൽ ഒന്നാണ് പ്രോലിഫിക്കേഷൻ ഓഫ് രജപുത് ക്ലാൻ എന്ന് പറയുന്നത്. ഈ റെഡ് ലെറ്ററിൽ കാണിക്കുന്നതാണ് നമ്മുടെ സബ് ടോപ്പിക്കുകൾ വരുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആക്ച്വലി ഒരു സബ് ടോപ്പിക് ആണ്. സബ് ടോപ്പിക് ഏത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പൊളിറ്റിക്കൽ അതോറിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ സബ് ടോപ്പിക്കുകളായിട്ടാണ് ഈ റെഡ് ഫോണ്ട് കൊടുത്തിട്ടുള്ള 3 ടോപ്പിക്കുകൾ വരുന്നത്. ഫോർമേഷൻ ഓഫ് ലീനേജ് പവർ, പ്രോസസ് ഓഫ് റൈറ്റ്സ് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് വരെയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. പ്രോലിഫിക്കേഷൻ ഓഫ് രജപുത് ക്ലാൻസ് എന്ന് പറയുമ്പോൾ രജപുത് ക്ലാൻസിന്റെ പ്രോലിഫിക്കേഷൻ, വ്യാപനത്തെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. Dharani Varaha was of the Paramara dynasty of Apu, made himself master of Navakkad Malabar, which he divided among his 9 brothers, Mandovar to one, Ajmer to another, and so on. അതായത് ധരാനി വരാഹ എന്ന് പറയുന്നത് പരമാര ഡൈനാസ്റ്റിയിലുള്ള ഒരു റൂളർ ആയിരുന്നു.
അദ്ദേഹം നവക്കോട്ടിലെ മാർവാറായിട്ട് അവരോധിക്കുവാണ്. സ്വയം അങ്ങനെ അവരോധിക്കുവാണ്. അതിനുശേഷം അദ്ദേഹം ആട പ്രൊവിൻസിനെ അദ്ദേഹത്തിന്റെ 9 ബ്രദേഴ്സിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇത് കാരണം ദിസ് ലെഡ് ടു അറ്റ്ലീസ്റ്റ് 4 ബ്രാഞ്ചസ് ഓഫ് പരമാരാസ് റൂളിംഗ് ഇൻ. അപ്പോ അങ്ങനെ പരമാരാസ് 8 ബ്രദേഴ്സിനായിട്ട് പരമാര ഡൈനാസ്റ്റി ധരാണി വരാഹ ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോ ഒരു 8 അറ്റ്ലീസ്റ്റ് 4 ബ്രാഞ്ചസ് ഓഫ് പരമാര റൂളിംഗ് ഉണ്ടാവുകയാണ്. അബു, ബിൻമർ, ജാലോർ ആൻഡ് വഗോഡ എന്ന് പറയുന്ന പരമാര റൂളിംഗ് ക്ലാസുകൾ അല്ലെങ്കിൽ റൂളിംഗ് ബ്രാഞ്ചസ് ഉണ്ടാവുകയാണ്. Apart from Chahmanas, a branch of the word, there was another line of Chahmana in Pratapgarh, heard by Mahasamandra of the Pratihara Lord. അതേപോലെ തന്നെ ചഹമാനാസിനും 2 ബ്രാഞ്ച് ഉണ്ടായിരുന്നു, 2 ടൈപ്പ് ഉണ്ടായിരുന്നു. The Chahmanas of Shakambari, originally from the central and eastern Rajasthan, also branched into Nadol, Jalor, സത്യപുര. അതേപോലെ തന്നെ ശകമ്പരിയിലുള്ള ഷഹമാനാസും പല ബ്രാഞ്ചസ് ആയിട്ട് 4 ബ്രാഞ്ചസ് ആയിട്ട് ഉണ്ടായിരുന്നു. Then over 5 centuries they controlled a vast region in western Rajasthan and Gujarat. ഏകദേശം 5 നൂറ്റാണ്ട് കാലത്തോളം അവർ രാജസ്ഥാനിലെയും വെസ്റ്റേൺ രാജസ്ഥാനിലെയും ഗുജറാത്തിലേക്കുള്ള വലിയ പ്രദേശങ്ങളൊക്കെ തന്നെ കൺട്രോൾ ചെയ്തു പോകുന്നു. The Chapas ruled regions like Bilamalla, Vatiyar and Kathiawad and Anahila Patka in Gujarat. ചപ്പാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് രജപുത്സ് റൂൾ ചെയ്തത് ബിലാമല്ല, വാദിയാർ, കത്തിയവാട് വന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ഗുഹില്ലാസ് എന്ന് പറയുന്നത് മറ്റൊരു രജപുത് ഡൈനാസ്റ്റി ആയിരുന്നു. ദേ റൂൾഡ് ഓവർ ഉദയപൂർ ആൻഡ് മേവാർ. അതേപോലെ തന്നെ കുറച്ചുകൂടെ മൈനർ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഞാനിവിടെ ക്ലാനിനെയാണ്, ബോത്ത് ആർ സെയിം. സോ കുറച്ചുകൂടെ മൈനർ ആയിട്ടുള്ള രജപുത് ക്ലാൻസ് ഉണ്ടായിരുന്നു. ആൻഡ് these new minor Rajput clans emerged through the acquisition of political power and were incorporated into the broader Rajput political network. Then എങ്ങനെയാണ് അവരുടെ ലീനേജ് പവർ ഫോം ചെയ്യുന്നത്, അവരുടെ ശക്തി അല്ലെങ്കിൽ വംശാവലി ഫോം ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. സോ ദാറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് ലീനേജ് പവർ. ഇതും നമ്മൾ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പൊളിറ്റിക്കൽ അതോറിറ്റിയുടെ ഒരു സബ് ടോപ്പിക് ആണ്. So the lineage power formed non-uniformly, often through military conquest and colonization of new areas. 2 വഴിയിലൂടെയാണ്, 2 രീതിയിലാണ് ലീനേജ് പവർ ഫോം ചെയ്തിട്ടുള്ളത്. ഒന്ന് മിലിറ്ററി കോൺക്വസ്റ്റ്, സൈനികമായിട്ടുള്ള കടന്നുകയറ്റങ്ങൾ വഴിയും, മറ്റൊന്ന് പുതിയ സ്ഥലങ്ങൾ കൊളോണലൈസ് ചെയ്യുന്നത് വഴിയുമാണ്. അപ്പോൾ അത് ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള ഫോർമേഷൻ ആയിരുന്നു, എല്ലാം ഒരുപോലെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ചഹാൻ കിങ്ഡം ഓഫ് നദൌൾ എക്സ്പാൻഡഡ് ഇൻ ടു സപ്ത സഹസ്രി ഗണേശ ബൈ അനക്സിംഗ് വില്ലേജസ് ആഫ്റ്റർ കില്ലിംഗ് ബൗണ്ടറി ചീഫ്. അതിർത്തി മുഖ്യന്മാരെ കൊന്നുകൊണ്ട് ചൗഹാൻ കിങ്ഡം, നടോളിലുള്ള ചൗഹാൻ കിങ്ഡം എക്സ്പാൻഡ് ചെയ്യുകയാണ്. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് സപ്ത സഹസ്രി ഗണേശ എന്ന് പറയുന്ന റീജിയനിലോട്ട് വരുവാണ്. Expansion often displaced tribal settlements like Abiras, Shabaras, Billas and Pulindas. ഈ പറയുന്ന ട്രൈബൽ ഗോത്ര വിഭാഗങ്ങളുടെ താമസ സ്ഥലങ്ങളും അവരുടെ സെറ്റിൽമെന്റ്സ് ഒക്കെ തന്നെ രജപുത് എക്സ്പാൻഷൻ മൂലം ഡിസ്പ്ലേസ് ആയിട്ടുണ്ട്. ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇല്ലാതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മാറിപ്പോയിട്ടുണ്ട്. Bhillas moved from Gujarat to Rajasthan, replacing Bhilla tribal kingdoms. രാജസ്ഥാൻ ഭാഗത്തുണ്ടായിരുന്ന ബിഹില്ല ട്രൈബൽ കിങ്ഡംസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ബുഹില്ലാസ് എന്ന് പറയുന്നവർ ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലോട്ട് മൂവ് ചെയ്തിട്ടുള്ളത്. അതായത് പുതിയ രജപുത് ക്ലാൻസ് പുതിയ സ്ഥലങ്ങളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള റൂളിംഗ് ക്ലാസിനെ അവർ ഇല്ലാതാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ചൗഹാൻസിന്റെ മൈഗ്രേഷൻ നോക്കുമ്പോൾ ദേ മൂവ്ഡ് ഫ്രം അഹിഛത്രപുര ടു ഇൻഹോസ്പിറ്റബിൾ ജംഗൽ ദേശ, അതായത് ശങ്കംബരി എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങനെ അവരെന്താന്ന് വെച്ചാൽ ചെയ്തിട്ടുള്ളത് ജംഗൽ ദേശ, ശങ്കംബരി ഒക്കെ കൊളോണിയലൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ലക്ഷ്മണ ഓഫ് ശങ്കംബരി ഡിഫീറ്റഡ് മേധാസ് built a palace in Nadol.
അതേപോലെ തന്നെ അവിടെ ഒരു ലീനേജ് റീപ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കൃതിപാല എന്ന് പറയുന്ന ഒരു റൂളർ ഉണ്ട്, ജാലോറിലുള്ളതാണ്. അദ്ദേഹം പരമാരാസിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ന്യൂ കിങ്ഡം ഫൗണ്ട് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഇന്റർകോഴ്സ് ഉണ്ടായിട്ടുള്ള ഒരു ലീനേജ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഭാരദ്ര ഭരദ്രവത എന്ന് പറയുന്നത് ഒരു റൂളറാണ്. അത് ബ്രോച്ച് എന്ന് പറയുന്ന ഭരദ്രവത സെക്കൻഡ് ഓഫ് ബ്രോച്ച് ഔസ്റ്റഡ് ഗർജാര വിത്ത് ഹെൽപ്പ് ഫ്രം പ്രതിഹാര നാഗഭട്ട ഫസ്റ്റ്. അപ്പൊ ഇവര് തമ്മിൽ ഒരു കൊളാബറേഷൻ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു പുതിയ ലീനേജ് പവേഴ്സിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. പുതിയ ലീനേജ് പവേഴ്സ് ഫോം ചെയ്യുന്ന വഴി ട്രഡീഷണൽ ആയിട്ടുള്ള പല ട്രൈബൽ കിങ്ഡംസും ട്രൈബൽ സെറ്റിൽമെന്റ്സും അല്ലെങ്കിൽ ട്രൈബൽ പവേഴ്സും ഒക്കെ ഇല്ലാതായിട്ടുണ്ട് എന്നും നമ്മൾ പറഞ്ഞു നേരത്തെ. ഇനി അവരുടെ രജപുത്സിന്റെ സോഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് അമർച്ച ചെയ്തു വന്നതെന്ന് നമ്മൾ നോക്കുമ്പോൾ, ലാർജ് എത്നിക് ഗ്രൂപ്പ്സ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ സക്സസ്ഫുള്ളി കോമ്പീറ്റഡ് ഫോർ പൊളിറ്റിക്കൽ പവർ, ലേയിങ് ഫൗണ്ടേഷൻ ഫോർ ലോങ് ലാസ്റ്റിംഗ് സ്റ്റേറ്റ് സ്ട്രക്ചേഴ്സ്. വെസ്റ്റേൺ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വലിയ എത്നിക് ഗ്രൂപ്പുകളൊക്കെ തന്നെ ഈ പറയുന്ന രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ട് മത്സരിച്ചിരുന്നു. അവര് അതിനനുസരിച്ചിട്ടുള്ള സാമൂഹിക സംഭാവനകൾ നൽകിയിരുന്നു. Lineages often began from local agrarian base and grow into regional powers by integrating other local lineages. കാർഷികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള കാർഷിക വ്യവസ്ഥയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വംശങ്ങളെല്ലാം ഉയർന്നു വരുന്നത്. അതിൽ നിന്നുള്ള സമ്പത്തും പ്രോഫിറ്റും ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ വളർന്നു വരുന്നത്. അങ്ങനെ വളർന്നു വരുന്ന റൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ ഒരു ക്ലാന്, ഒരു ലീനേജ്, ഒരു ക്ലാന് ഒരു റീജിയണൽ പവർ ആയിട്ട് മാറുകയും പിന്നീട് അത് ലോക്കൽ ലീനേജുകളെയും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലോക്കൽ ലീനേജസിനെയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു പ്രോമിനന്റ് ആയിട്ട് ഒരു ഡൈനാസ്റ്റിയോ അല്ലെങ്കിൽ വലിയൊരു പൊളിറ്റിക്കൽ പവറൊക്കെ ആയിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. ഗർജാര റീജിയൻ ദാറ്റ് ഇൻക്ലൂഡ് ഗർജാര ഭൂമി ആൻഡ് ഗർജാരാഷ്ട്ര was a key area where many lineages emerged, particularly in southern Rajasthan. Some families within Gurjara stock rose through social stratification, attaining social political dominance and forming ruling lineages. From the 7th century onwards, various Gurjara offshoot lineages spread across western India. So Gurjara Pradihara power is a classic example of rising through social ladder. ഒരു സാമൂഹിക ശ്രേണിയിലൂടെ ഉയർന്നു വരുന്ന രീതിയിലുള്ള ഒരു സാമൂഹിക രീതിയിലൂടെ ഉയർന്നു വരുന്ന ഒരു സാമൂഹിക ശ്രേണിയിലൂടെ ഉയർന്നു വരുന്ന ഒരു പവറിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഗർജാര പ്രതിഹാരനെ കാണാൻ പറ്റും. ദേ ഡോമിനന്റ് പവർ സ്ട്രക്ചർ എമേർജ്ഡ് ഫ്രം ലോക്കൽ അഗ്രേറിയൻ ബേസ്. ഒരു പ്രാദേശിക കാർഷിക അടിസ്ഥാനത്തിൽ നിന്ന് എമർജ് ചെയ്തു വന്നിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ, ഒരു പവർ സ്ട്രക്ചർ ആയിരുന്നു ഗർജാര പ്രതിഹാര എന്ന് പറയുന്നത്. അവരൊരു അഗ്രേറിയൻ ക്ലാൻ ആയിരുന്നു ആദ്യം. എന്നിട്ട് ഒരു ഫ്യൂഡൽ ലൈക്ക് അവർ കുറച്ചുകൂടെ വലുതാവുകയാണ്. പിന്നെ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും പിടിച്ചെടുത്ത് കുറച്ചുകൂടി വലിയൊരു ഡൈനാസ്റ്റി ആയി മാറുകയാണ്. സോ അങ്ങനെ ഫേവറബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ കണ്ടീഷൻസിനെയൊക്കെ തന്നെ മുതലെടുത്ത് അല്ലെങ്കിൽ അതിനെയൊക്കെ ആക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് വളർന്നു വന്നിട്ടുള്ളവരായിരുന്നു രജപുത്സ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ ലീനേജ് പവറിന്റെ കൺസോളിഡേഷൻ എങ്ങനെയാണ് രജപുത് വംശത്തിന്റെ കൺസോളിഡേഷൻ, അവരുടെ പവറിന്റെ കൺസോളിഡേഷൻ, ക്രോഡീകരണം നടക്കുന്നതെന്ന് നമ്മൾ നോക്കുകയാണ്. ദ റൈസ് ഓഫ് പൊളിറ്റിക്കൽ പവേഴ്സ് ഇൻ വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ ഇന്ത്യ വാസ് ലിങ്ക്ഡ് ടു ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ. ഭൂമിയുടെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ, ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതായിരുന്നു ഈ പറയുന്ന വെസ്റ്റേൺ ഇന്ത്യയിലെയും സെൻട്രൽ ഇന്ത്യയിലെയും ഒക്കെ പൊളിറ്റിക്കൽ പവേഴ്സിന്റെ ഉദയം എന്ന് പറയുന്നത്. ഫ്രം ദ ലൈറ്റ് 10th century, Chahmanas distributed land to ruling family members with personal estates for the king, crown prince and others. 10th centuryയിലെ ചഹമാനാസ്, അത് പറയുന്ന സിംഹരാജ എന്ന് പറയുന്ന റൂളറും അദ്ദേഹത്തിന്റെ ബ്രദേഴ്സിന്റെ ഇടയിൽ അവരുടെ ഡൈനാസ്റ്റി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. Chahmanas of Nadol territories, Grasa, Bhumi, or Bukti assignments were given to royals, increasing in Rajasthan compared to regions. ഈ ഭൂമി പല രീതിയിലായിട്ട് ചഹമാനാസ് പലർക്കും കൊടുത്തിരുന്നു. മണ്ഡലാസ് ഓർ ബുക്തി യൂണിറ്റ്സ് were made up of villages. മണ്ഡലാസ് എന്ന് പറയുന്നത്
ഈ പറയുന്ന ബുക്തി അസൈൻമെന്റ്സ് ഒക്കെ തന്നെ റോയൽ ഫാമിലിയിലുള്ള ആളുകൾക്കാണ് കിട്ടിയിരുന്നത്. അവിടെ ഭരിക്കാനായിട്ട് അവർക്ക് അത് കൊടുക്കുവാണ്. അപ്പോൾ മണ്ഡലാസ് ഒരു ബുക്തി യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് കുറെ വില്ലേജുകൾ ചേർന്നിട്ടുള്ള ഒരു പ്രൊവിൻസ് ആയിരുന്നു. ദാറ്റ് ബിക്കം ദ സെന്റർ ഓഫ് ലോക്കൽ കൺട്രോൾ. പ്രാദേശിക ഭരണത്തിന്റെ പ്രാദേശിക നിയന്ത്രണത്തിന്റെ സെന്റർ ആയിരുന്നു മണ്ഡല അഥവാ ബുക്തി എന്ന് പറയുന്നത്. 84 വില്ലേജുകളുടെ ഒരു യൂണിറ്റ് ആണ് ചൗരീസ എന്ന് പറയുന്നത്. അത് ഹെൽഡ് ചെയ്തിരുന്ന ഗർജാര പ്രതിഹാരമായിരുന്നു. അവർ രാജസ്ഥാനിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ലാൻഡ് ഡിസ്ട്രിബ്യൂഷനെയും പൊളിറ്റിക്കൽ കൺട്രോളിനെയും എയ്ഡും ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുമുണ്ട്. Between the 10th to 12th centuries, the Chahmanas and Paramaras held large land holdings. 10 to 12 നൂറ്റാണ്ടുകളിലെ ചഹമാനാസിനും പരമാരാസിനൊക്കെ തന്നെ വലിയ അളവിലുള്ള ഭൂസമ്പത്ത് ഉണ്ടായിരുന്നു. കോഇൻസിഡിങ് വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫോർട്രസ് ആൻഡ് ഡിഫൻസ് ആൻഡ് കൺട്രോൾ. അവരുടെ പ്രതിരോധ കോട്ടകൾ അവരുടെ സാമ്രാജ്യത്തിന് അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കോട്ടകളും മറ്റു തരത്തിലുള്ള സംരക്ഷണ കേന്ദ്രങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നു. മാരേജ് നെറ്റ്വർക്ക്സ് എമോങ് റൂളിംഗ് ക്ലാൻസ് ഹെൽപ്പ് കൺസോൾഡേറ്റ് പവർ, പർട്ടിക്കുലർലി എമോങ് രജപുത് ക്ലാൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് അവരുടെ രജപുത്സ് അവരുടെ പവർ കൺസോൾഡേറ്റ് ചെയ്യാനായിട്ട്, എസ്പെഷ്യലി രജപുത്സ് അവരുടെ പവർ കൺസോൾഡേറ്റ് ചെയ്യാനായിട്ട് രജപുത്സ് ഡിഫറെന്റ് ആയിട്ടുള്ള രജപുത് ക്ലാൻസിന്റെ ഇടയിൽ തന്നെ അവർ മാരേജ് നെറ്റ്വർക്ക്സ്, മാരേജ് അലയൻസ് ചെയ്തിരുന്നു. നമുക്കറിയാം രജപുത്സ് അവരുടെ ക്ലാനിന് പുറത്തോട്ടും, ഇന്റർ ക്ലാൻ മാത്രമല്ല, എന്താ പറയാ, അവരുടെ ഇൻട്രാ ക്ലാൻ മാത്രമല്ല ഇന്റർ ക്ലാനായിട്ട് അവരുടെ ക്ലാനിന് പുറത്തോട്ടും അവര് മാരേജ് അലയൻസുകൾ ചെയ്തിരുന്നു. ബട്ട് നമ്മളിവിടെ പറയുന്ന അവരുടെ ക്ലാനിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലാൻസ് തമ്മിൽ മാരേജ് അലയൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. ആൻഡ് ഗുഹില്ലാസ് ഫോംഡ് എ വെറൈറ്റി മാരേജ് നെറ്റ്വർക്ക് ദാറ്റ് ലിങ്കിങ് വിത്ത് Chaulikyas, Rashtrakutas, Chedis, Punas, and Rajput clans like Chahmanas and Paramaras. These marriage ties were political. അതായത് അവരുടെ രാഷ്ട്രീയ ബന്ധത്തെ ശക്തിപ്പെടുത്താനും അവരുടെ ഓരോ രാജ്യങ്ങളെയും ശക്തിപ്പെടുത്താനും അവർ തമ്മിലുള്ള കൊളാബറേഷൻ ഉറപ്പുവരുത്താനും യുദ്ധത്തിനും മറ്റു സഹായങ്ങൾ ഉറപ്പുവരുത്താനുമായിരുന്നു ഈ ക്ലാൻസ് തമ്മിൽ ഓരോ രാജവംശങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ആ ബന്ധുത്വങ്ങൾ അവർ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള റൂളിംഗ് ഫാമിലീസ് ആയിട്ട് അവർ വളർന്നു വരാനായിട്ട് ഇത്തരത്തിലുള്ള മാരേജ് അലയൻസുകൾ അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി രജപുത്സിന്റെ നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് പൊളിറ്റി, അവരുടെ ഭരണത്തിന്റെ സ്ട്രക്ചറും അതിന്റെ നേച്ചറും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അവരുടെ രാഷ്ട്രഘടനയും അതിന്റെ നേച്ചറും ഒക്കെയാണ് അതിന്റെ സ്വഭാവം ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ ദ പൊളിറ്റിക്കൽ അതോറിറ്റി ഇൻ ഏർലി മിഡീവൽ വെസ്റ്റേൺ ഇന്ത്യ വാസ് നോട്ട് ആൾവേസ് ടൈഡ് ടു എ ഫിക്സഡ് ടെറിട്ടറി. ഒരു ഫിക്സഡ് ടെറിട്ടറി, ഒരു നിശ്ചിത അതിർത്തിയിലോട്ട് ഫിക്സ് ചെയ്ത ഒരു നിശ്ചിത അതിർത്തിയുടെ ഫ്രെയിംവർക്കിലോട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല ഏർലി മിഡീവൽ വെസ്റ്റേൺ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്. ദ ലീനേജ് സ്പ്രെഡ് അക്രോസ് ഗുജറാത്ത്, രാജസ്ഥാൻ ആൻഡ് മാൾവ, ദാറ്റ് ഫോമിംഗ് ന്യൂ റൂളിംഗ് ഫാമിലീസ്. പുതിയ രാജവംശങ്ങളെ, പുതിയ ഭരണ കുടുംബങ്ങളെ, അതായത് കുടുംബങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് പുതിയ കുലങ്ങള് ഗുജറാത്തിലോട്ടും രാജസ്ഥാനിലോട്ടും മാൽവയിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായത്. ഗുഹില്ലാസ് ഓഫ് മേവാർ എന്ന് പറയുന്ന അതിനൊരു എക്സാമ്പിൾ ആണ്. ഒരു ലീനേജ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒരു മെയിൻ സെന്ററിൽ നിന്ന് പുറത്തോട്ട് പവർ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു രീതിക്ക് എക്സാമ്പിൾ ആണ് ഗുഹില്ലാസ് ഓഫ് മേവാർ എന്ന് പറയുന്നത്. ഇനി അവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ അസ്ഥിരത എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. മിലിറ്ററി മൊബിലൈസേഷൻ കുഡ് ഡിസ്പ്ലേസ് റൂളിംഗ് ലീനേജസ് ആൻഡ് ക്രിയേറ്റ് ന്യൂ സെന്റേഴ്സ് ഓഫ് പവർ. അവിടെ മിലിറ്ററി മൊബിലൈസേഷൻ എന്ന് പറയുന്നത് could displace ruling lineage. അവിടുത്തെ മിലിറ്ററി മൊബിലൈസേഷന് ഈ റൂളിംഗ് ലീനേജസിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് ഒരു പുതിയ സെന്റർ ഓഫ് പവർ ക്രിയേറ്റ് ചെയ്യാനും പറ്റുമായിരുന്നു. ദ വഗാഡ ബ്രാഞ്ച് ഓഫ് ദ പരമാരാസ് ബിഗാൻ ഇൻ ദ 9th century as a feudatory of Malwa. വഗാഡ പരമാരാസിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള ബഗാഡ എന്ന് പറയുന്നത് 9th centuryയിലെ മാൾവയിലെ ഫ്യൂഡേറ്ററി ഒരു ജന്മിത്തം പോലെയുള്ള ഒരു വ്യവസ്ഥയിലോട്ട് മാറുവാണ്. 11th centuryയിലെ ചാമുണ്ട രാജ ഓഫ് വഗഡ defied the Paramaras and become independent. പരമാരാസിന്റെ അണ്ടറിലുണ്ടായിരുന്ന ചാമുണ്ട രാജ എന്ന് പറയുന്ന റൂളർ, വങ്കടയിലെ റൂളറായിട്ടുള്ള ചാമുണ്ട രാജ പരമാരാസിൽ നിന്നും സ്വതന്ത്രമായിട്ട് സ്വയം ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ഡിക്ലയർ ചെയ്യാണ്. അതേപോലെ തന്നെയാണ് വങ്കടയിലും ഉണ്ടായത്. And by the early 12th century, Vangada was lost to Malwa and its later rulers disappeared.
അങ്ങനെ മാൾവയ്ക്ക് വങ്കട നഷ്ടമാവുകയാണ്. അതിനുശേഷമുള്ള റൂളേഴ്സിനെ കുറിച്ചൊന്നും നമുക്ക് വിവരങ്ങളില്ല. ബൈ 1150 Maharaja Surapala took over the region, though he had no connection to the Paramaras. അങ്ങനെ ഈ വങ്കട എന്ന് പറയുന്ന റീജിയൻ 1155 മഹാരാജ സുരപാല മഹാരാജ പിടിച്ചെടുക്കുകയാണ്. പക്ഷെ അവര് പരമാരാസുമായിട്ട് ഒരു കണക്ഷനും കാണിച്ചിരുന്നില്ല. അടുത്ത 25 വർഷം ഗുഹില്ല കിങ് റൂൾഡ് വങ്കട ഭരിക്കുന്നത് മറ്റൊരു ഗുഹില്ല കിങ് ആയിരുന്നു. ബൈ 1179 ബട്ട് വാസ് സൂൺ ഡിസ്പ്ലേസ്ഡ് ബൈ ന്യൂ റൂളർ വിത്ത് ചാലുക്യ സപ്പോർട്ട്. പക്ഷെ ആ കിങ്ങിനെയും ചാലുക്യ സപ്പോർട്ടോട് കൂടി വന്നിട്ടുള്ള മറ്റൊരു വംശം പരാജയപ്പെടുത്തിയിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി അവിടുത്തെ ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ നോക്കുമ്പോൾ ഏർലി മിഡീവൽ പവേഴ്സ് ലൈക്ക് ചാലുക്യ, പരമാരാസ് ആൻഡ് ഷഹമാനാസ് ഹാഡ് പവർഫുൾ ബ്യൂറോക്രസി ഫോർ സ്റ്റേബിൾ ഗവൺമെന്റ്സ്. അവരുടെ സ്ഥിരമായിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന് വേണ്ടിയിട്ട് അവർ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂറോക്രസീനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ദ ലേഖ പട്ടത്തി മെൻഷൻസ് വേരിയസ് കരണാസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എസ്പെഷ്യലി ഇൻ ചാലുക്യ റെക്കോർഡ്സ്. ചാലുക്യ റെക്കോർഡായിട്ടുള്ള ലേഖാപദ്ധതിയിലെ പലതരത്തിലുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് മെൻഷനിങ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ശ്രീ കരണ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ആണ്, ചീഫ് സെക്രട്ടേറിയറ്റ് ആണ്. വ്യായ കരണ എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ആണ്. വ്യായ കരണ എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ആണ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. വ്യായ പ്രകാരണ എന്ന് പറയുന്നത് ട്രേഡ് ആൻഡ് ഡ്യൂട്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മണ്ഡപിക കരണ എന്ന് പറയുന്നത് ടാക്സ് കളക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് മഹാമാത്യ എന്ന് പറയുന്നത് മിനിസ്റ്റേഴ്സ് ആയിരുന്നു. ഓഫീസേഴ്സ് ആരൊക്കെ നോക്കുമ്പോൾ മഹാമാത്യ എന്ന് പറയുന്നത് മിനിസ്റ്റേഴ്സ് ആണ്. ഹെഡഡ് ദോസ് ഡിപ്പാർട്ട്മെന്റ്സ്. ഈ മിനിസ്റ്റേഴ്സ് ആണ് ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഹെഡ് ചെയ്തിരുന്നത്. അപ്പൊ അവരുടെ അതിനെ കുറിച്ചുള്ള ഫെർദർ ഡീറ്റെയിൽസ് ആർ ലിമിറ്റഡ്. ഇനി അവിടെ ഉണ്ടായിരുന്ന മറ്റു ഓഫീസേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഒഫീഷ്യൽസ് ആരാന്ന് നോക്കുമ്പോൾ മഹാമാത്രിൻസ് എന്ന് പറയുന്നത് മിനിസ്റ്റേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. മഹാമാത്യോസിന്റെ അണ്ടറിൽ മഹാമന്ത്രീൻസ് ഉണ്ടായിരുന്നു, പിന്നെ മന്ത്രിൻസ് ഉണ്ടായിരുന്നു, സചീവാസ് ഉണ്ടായിരുന്നു. അവരുടെ റോളിനെ കുറിച്ചിട്ട് നമുക്ക് മിനിമൽ ഡീറ്റെയിൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ. സന്ധി വിഗ്രഹിക എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് പീസ് ആൻഡ് വാർ, യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും മിനിസ്റ്റർ ആയിരുന്നു മഹാസന്ധി വിഗ്രഹിക എന്ന് പറയുന്നത്. സന്ധി എന്ന് പറയുന്നത് അനുനയം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുമല്ലോ. സോ മഹാസന്ധി വിഗ്രഹിക എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് പീസ് ആൻഡ് വാർ എന്ന് ഓർത്തിരിക്കുക. he was also in charge of grants കൊടുക്കുന്നതും ആളായിരുന്നു. ഈ മഹാക്ഷപ്പത്തലിക എന്ന് പറയുന്നത് അക്കൗണ്ട്സിന്റെ റെക്കോർഡ് ഓഫീസറും ഒക്കെ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഇൻകം ഒക്കെ മാനേജ് ചെയ്തിട്ടുള്ള മിനിസ്റ്റർ ഓഫീസർ ആയിരുന്നു. മഹാമന്ത്രിൻ ഓർ മഹാപ്രധാന എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, who was responsible for the caretaking of royal seal and oversight of department. ഇത്രയൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ള ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ദണ്ഡനായക ഓർ സേനാധിപതി എന്ന് പറയുന്നത് മിലിറ്ററി ഓഫീസർ ആയിരുന്നു. കാവലറി കമാൻഡേഴ്സിനെയും മിലിറ്ററി സ്റ്റേഷൻസിനെയൊക്കെ നോക്കിയിരുന്നത് അവരായിരുന്നു. ദണ്ഡനായക എന്ന് പറയുന്നത് ആക്ച്വലി യു ഷുഡ് ആഡ് ദാറ്റ് ദണ്ഡനായക എന്ന് പറയുന്നത് ലീഗൽ ഓഫീസർ ആയിരുന്നു. ബലാന്തികാരൻ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജിംഗ് മിലിറ്ററി കൺട്രോൾ ആൻഡ് ക്യാപിറ്റൽ, മിലിറ്ററി കൺട്രോൾ ചെയ്യുന്ന ഒരു ഓഫീസർ ആയിരുന്നു ബലാധികാരനാ പറയുന്നത്. ദുതക എന്ന് പറയുന്നത് ഗ്രാൻസും ലോക്കൽ ഒഫീഷ്യൽസിനുള്ള ഓർഡേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്ന ഓഫീസർ ആയിരുന്നു. മഹാപ്രതിഹാര എന്ന് പറയുന്നത് ഭണ്ഡാരിക, രണ്ട് ഓഫീസേഴ്സ് ആണ്. ദേ ഓൾസോ ഹാഡ് സിഗ്നിഫിക്കൻറ്റ് റോൾസ് ഇൻ ദ ഡൈനാസ്റ്റി. അവരുടെ എക്സാക്ട് പൊസിഷൻസിനെ കുറിച്ച് നമുക്ക് മെൻഷനിങ്സ് അവൈലബിൾ അല്ല. ഇനി ലീനേജ് സ്റ്റേറ്റ് ആൻഡ് ഫ്യൂഡൽ സൊസൈറ്റി, അവിടുത്തെ രാഷ്ട്രവംശത്തെ കുറിച്ച്, അവരുടെ രാജവംശത്തെ കുറിച്ചും അവിടുത്തെ ഫ്യൂഡൽ സൊസൈറ്റിയെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ലീനേജ് സ്റ്റേറ്റ് അവിടെ ഉണ്ടായിരുന്ന ലീനേജ് ബേസ്ഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന, സെൻട്രൽ ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഉണ്ടായിരുന്ന ലീനേജ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് were closely tied to land holding which helped to consolidate power. അവരെ അവിടെ പവർ കൺസോൾഡേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുള്ളത് ഈ ലാൻഡ് ഹോൾഡിംഗ് ആണ്, ഭൂമിയുടെ ഉടമസ്ഥാവകാശമാണ്. ഒരുപാട് ഭൂമിയുള്ള ആള് വീണ്ടും ഒരുപാട് ലാൻഡ് ഓണർഷിപ്പ് ഉള്ള ഒരാൾ പവർഫുൾ ആയിട്ടുള്ള റൂളർ ആയിട്ട് മാറുമായിരുന്നു. അണ്ടർ ഗർജാര പ്രതിഹാര ലാൻഡ് വാസ് ഗ്രാൻഡഡ് ടു ചീഫ് ഓഫ് ഡിഫറെന്റ് ക്ലാൻസ്. പലതരത്തിലുള്ള ക്ലാൻസിന്, പല ഗ്രൂപ്പുകളിലുള്ള ക്ലാൻസിന്, വംശത്തിലുള്ള ക്ലാനിലുള്ള ചീഫുകൾക്ക് ഗർജാര പ്രതിഹാരാസ് ലാൻഡ് ദാനമായി നൽകിയിരുന്നു.
Then the Samantha system defined feudatory relationship. അവിടെയുള്ള feudatory relationshipനെ അവിടുത്തെ Samantha system define ചെയ്യുന്നുണ്ട്. അവിടെ vassals received land and were required to provide military services, titles like Mandalika, Maharaja, മഹാമണ്ഡലിക were used. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സമാന്ത സിസ്റ്റം എന്ന് പറയുന്നത് സമാന്ത എന്ന് പറയുന്ന സിസ്റ്റം നിലനിന്നിരുന്നു. അത് അവിടുത്തെ ഫ്യൂഡേറ്ററി റിലേഷൻഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള കിങ്സിന് ഈ സമാന്തരം പലതരത്തിലുള്ള മിലിറ്ററി സർവീസും ഫൈനാൻഷ്യൽ സർവീസും പ്രൊവൈഡ് ചെയ്തിരുന്നു. ലാൻഡ് സമാന്തർക്കായിട്ട് കിങ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരുന്നു. കിങ് പലതരത്തിലുള്ള മണ്ഡലിക, മഹാരാജാതിരാജ, മഹാമണ്ഡലിക പറയുന്ന ടൈറ്റിൽസ് ഒക്കെ കിങ് യൂസ് ചെയ്തിരുന്നു എന്നൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം. ഫ്യൂഡേറ്ററി അവിടെ ഉണ്ടായിരുന്ന ഫ്യൂഡേറ്ററി ചീഫ് ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഫ്യൂഡേറ്ററി ചീഫിന്റെ അവരുടെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ദേ റിവാർഡഡ് ഫോർ സർവീസ്. അവർക്ക് അവരുടെ സർവീസ് ഫ്യൂഡേറ്ററി ചീഫിന് അവർ ചെയ്യുന്ന സർവീസിനുള്ള സംഭാവനകൾ അല്ലെങ്കിൽ അതിനുള്ള പ്രതിഫലം കിട്ടിയിരുന്നു. അതേപോലെ തന്നെ they recognized the central authority after establishing principalities. They defined the authority. They forced into vassalage. ഇതൊക്കെയായിരുന്നു ഫ്യൂഡേറ്ററി ചീഫിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഫ്യൂഡേറ്ററീസ് ലാർജ് ടെറിട്ടറീസ് അവർക്ക് കൊടുത്തിരുന്നു. ആൻഡ് സബ് ഇൻഫ്യൂഡേഷൻ, ഗ്രാൻഡിങ് ലാൻഡ്സ് ടു സബോർഡിനേറ്റ് എന്ന് പറയുന്ന സിസ്റ്റവും അവിടെ കോമൺ ആയിരുന്നു. എസ്പെഷ്യലി അണ്ടർ പ്രതിഹാരാസ് ആൻഡ് ചാലുക്യാസ്. ഈ പറയുന്ന സബ് ഇൻഫ്യൂഡേഷൻ കൂടുതലായിട്ട് നിലനിന്നിരുന്നത് പ്രതിഹാരാസിന്റെയും ചാലുക്യാസിന്റെയും അണ്ടറിലായിരുന്നു എന്നും കൂടെ നമ്മൾ ഓർത്തു വെക്കണം. സോ ദാറ്റ്സ് ഓൾ. ഇതിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 2022 ഡിസംബറിൽ ഉണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ എക്സാമിൽ ഉണ്ടായിട്ടുള്ള രജപുത്സിന്റെ ഒറിജിനെ കുറിച്ച്. ജസ്റ്റ് അത് എന്താന്ന് വെച്ചാൽ ഒറിജിൻ ഓഫ് രജപുത്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു കുറച്ച് ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് തന്നിട്ട് അതിനെക്കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാറുണ്ട്. അപ്പൊ അതിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഒറിജിൻ ഓഫ് രജപുത്സ്. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ഓഫ് ടോപ്പിക് തരുമ്പോൾ ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് പ്രിപ്പയർ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങളുടെ ഈ പേപ്പറിലുള്ള ഏത് തരത്തിലുള്ള ഷോർട്ട് നോട്ടിന് അനുയോജ്യമായിട്ടുള്ള ടോപ്പിക്കും നിങ്ങൾക്ക് വരാം. അപ്പൊ അങ്ങനെ കണ്ടിട്ട് ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒറിജിൻ ഓഫ് രജപുത്സ് ആണ്. സോ ആ കാര്യം അവരുടെ ലെജൻസും അവരുടെ ഒറിജിനെ കുറിച്ചും അറബ്സിന്റെ ഇൻവേഷൻ ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. പിന്നെ ആ ലെജൻസും ഒന്ന് മെൻഷൻ ചെയ്യണം. ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. മേ ബി എക്സ്പെക്ടഡ് ഫോർ 10 മാർക്സ്. ഓക്കെ, 10 മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. Then yeah, that's all. Thank you.